ഈ പ്രചരണ കാലയളവിലുടനീളം താങ്കൾ ഓരോരുത്തരെയും കാണുമ്പോൾ ഇത് നമ്മുടെ ആളാണ്, എനിക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ, ഇത് എനിക്ക് ഉറപ്പിച്ച വോട്ടാണ്, അപ്പോൾ വിജയപ്രതീക്ഷ കൃത്യമായുണ്ട്, പേര് വിളിച്ച് സംസാരിക്കുന്നു. പക്ഷേ അതിനിടയിൽ മറ്റ് രണ്ട് മുന്നണികളും കൂടെ ചേർന്ന് കുറച്ച് വോട്ടുകൾ കൂടി സംഭാവന ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറിയതല്ലേ? ഈ ഇലക്ഷൻ സമയത്ത് ഒരു പക്ഷേ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് താങ്കൾ ആദ്യം മുതലേ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അതല്ലാതെ കുറെ വിവാദങ്ങൾ കൂടി ചർച്ചയ്ക്ക് ഇട്ട് തന്നു മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും കൂടി ചേർന്ന് എന്ന് പറയുന്ന കൂടിയുണ്ട്. അപ്പോൾ അതും അനുകൂലമാക്കി എടുക്കാൻ കഴിയുന്നൊരു പ്രചരണ കാലയളവായിരുന്നില്ല. എങ്ങനെയായിരുന്നു അത്തരം വിഷയങ്ങളോട് നിഷ്പക്ഷ ജനങ്ങളുടെ ഒരു പ്രതികരണം? അല്ല, തുടക്കം മുതൽ നമ്മൾ വികസന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമ്മൾ തെളിച്ച വഴിയിലൂടെ അവർക്ക് വരേണ്ടി വന്നു എന്നുള്ളത് നെൽകർഷകരുടെ വിഷയം നമ്മുടെ ട്രാക്ടർ റാലി തെളിയിച്ചു. നെൽകർഷകരുടെ വിഷയം 3 പഞ്ചായത്തുകളിലും കർഷകർ നേരിടുന്ന വിഷയത്തെ സംബന്ധിച്ച്, അവരുടെ നെല്ല് സംഭരിക്കാത്തതിനെ സംബന്ധിച്ചെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചർച്ചയാക്കി. BJP കർഷക മോർച്ച ട്രാക്ടർ റാലി നിശ്ചയിച്ചു. ട്രാക്ടർ റാലി നിശ്ചയിച്ചതും UDF ട്രാക്ടർ റാലി നടത്തേണ്ടി വന്നു. സർക്കാരിനാണെങ്കിൽ 100 ദിവസമായിട്ടും സപ്ലൈകോൻ്റെ ഉദ്യോഗസ്ഥന്മാർ തിരിഞ്ഞു നോക്കാത്ത കർഷകരുടെ വീടുകളിലേക്ക് തൊട്ടടുത്ത ദിവസം മുതൽ സപ്ലൈകോൻ്റെ ഉദ്യോഗസ്ഥന്മാരെ അയക്കേണ്ടി വന്നു. കാരണം ഉയർന്നു വന്ന പ്രതിഷേധം അവർക്ക് തിരിച്ചറിഞ്ഞു. കർഷക വീടുകളിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ പ്രായിരിയിലും കണ്ണാടിയിലും മാത്തൂരിലെല്ലാം കർഷക വീടുകളിൽ ഞാൻ പോകുന്ന സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു, ഇത്രയും കാലം ഞങ്ങളെ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടായിരുന്നില്ല, കൃഷ്ണകുമാറിൻ്റെ ട്രാക്ടർ റാലി കഴിഞ്ഞു, ഉച്ച കഴിയുമ്പോഴേക്കും സപ്ലൈകോൻ്റെ ഉദ്യോഗസ്ഥന്മാരെത്തി, ഞങ്ങൾ ഇത്രയും ദിവസം ഫോൺ ചെയ്തിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത ആളുകൾ വന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ഇടപെടലാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. ഇത് നേരത്തെ ചെയ്യാൻ ആളുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു എന്നുള്ളത് അവർ കൃത്യമായി സൂചിപ്പിച്ചത്. MLA ഷാഫിയുടെ നിഷ്ക്രിയത്വമാണ്. കഴിഞ്ഞ 13 വർഷം പാലക്കാടിൻ്റെ MLA ആയിരുന്നിട്ട് നെൽകർഷകരുടെ വിഷയത്തിലൊന്നും യാതൊരു വിധത്തിലുള്ള ഒരു ഇടപെടലും നടത്താൻ ഷാഫിക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം, പഞ്ചായത്തുകളിൽ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമാണ്. ഓരോ വീടുകളിൽ പോകുന്ന സമയത്ത് ഞാൻ ചോദിക്കും, പൈപ്പ് കണക്ഷൻ കിട്ടിയോ, കുടിവെള്ളം ഉണ്ടോ? ഇല്ല. കുടിവെള്ളത്തിനായിട്ട് കുടവായിട്ട് ഞങ്ങൾ അടുത്ത കിണറിൽ അല്ലെങ്കിൽ അടുത്ത വീടുകളിലാണ് പോകുന്നതെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരോട് ജൽജീവൻ മിഷനെ സംബന്ധിച്ച് ചോദിക്കുന്ന സമയത്ത് ആ പദ്ധതി അവരുടെ പ്രദേശത്ത് എത്താത്തത്, ചില പ്രദേശങ്ങളിൽ ജൽജീവൻ മിഷൻ്റെ പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ട് 1 വർഷമായിട്ടും വെള്ളം വരാത്ത സ്ഥിതി, ഇതെല്ലാം വലിയ ചർച്ചയാക്കി നമ്മൾ പഞ്ചായത്തുകളിൽ. അത് അവിടെ ജനങ്ങളുടെ ഇടയിൽ വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നഗരസഭ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നു. ഞാൻ പറയായിരുന്നു, 2-3 പഞ്ചായത്തുകളും നിങ്ങൾ നഗരസഭയും തമ്മിൽ താരതമ്യം ചെയ്യണം. നഗരസഭാ പരിധിയിൽ ഏത് പ്രദേശത്ത് പോയിട്ട് നിങ്ങൾ ചോദിച്ചോ, അവിടെ കുടിവെള്ളം കിട്ടാത്ത ഏതെങ്കിലും, ഞങ്ങൾക്ക് സുഭിക്ഷമായി കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് ഏതെങ്കിലും പ്രദേശത്തെ ആളുകൾ പറഞ്ഞാൽ ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് വേണമെങ്കിൽ മാറി നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ കുടിവെള്ളക്ഷാമമില്ല. അമൃത് പദ്ധതി വഴിക്ക് നമ്മൾ വളരെ സമഗ്രമായിട്ടുള്ള കുടിവെള്ള പദ്ധതി നടത്തി. നഗരത്തിൽ BJP ഭരണം വന്ന ശേഷം നടന്ന വികസനം അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു താരതമ്യം ചെയ്യാനുള്ള അവസരം ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. കോൺഗ്രസ് ഭരിക്കുന്ന മാത്തൂര് പ്രായിരി പഞ്ചായത്തുകളും CPM ഭരിക്കുന്ന കണ്ണാടി പഞ്ചായത്തിലെയും ഭരണവും BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭാ ഭരണവും തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള അവസരം ഉണ്ടായി. അത് നമുക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. വിവാദങ്ങൾ അവസാനം അവർക്ക് തന്നെ തിരിച്ചടിയാവുന്ന രീതിയിലായിരുന്നു. കാരണം ട്രോളി വിവാദം CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ധാരണ ജനങ്ങൾക്ക് ബോധ്യമായി. ട്രോളി വിവാദത്തിൻ്റെ തുടക്കത്തിൽ ശക്തമായിട്ട് നിന്ന CPM-ന് പിന്നീട് പോലീസ് അന്വേഷണം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. CPM-ന്റെ ജില്ലാ സെക്രട്ടറി കൊടുത്ത പരാതിക്ക് 48 മണിക്കൂർ വരെ പോലീസിൻ്റെ ഭാഗത്ത് നടപടിയൊന്നുമില്ല. അവസാന നിമിഷങ്ങളിൽ UDF കൊണ്ടുവന്ന പല വിഷയങ്ങളും അവർക്ക് തിരിച്ചടിയായി. സന്ദീപിനെ പോലെയുള്ള ആളുകളുടെ UDF പ്രവേശം അവർക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി. അത്തരത്തിൽ നിരവധി വിഷയങ്ങളിൽ UDF-ന് അവസാന നിമിഷങ്ങളിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണകുമാർ, അങ്ങ് പറഞ്ഞതിൻ്റെ തുടർച്ചയായി പാലക്കാടൻ മട്ട, പാലക്കാടൻ കാറ്റ്, ഖസാക്കിൻ്റെ ഇതിഹാസം, കേരളത്തിൻ്റെ നെല്ലറ, സിനിമയിൽ വന്ന പാലക്കാടൻ ഭാഷ, പാലക്കാടൻ സ്ലാങ്, ഇതിനപ്പുറം അവിടെ പാലക്കാട്ടുകാർക്ക് പാലക്കാടിൻ്റെ ആവശ്യം, പാലക്കാടിൻ്റെ വിദ്യാഭ്യാസം, പാലക്കാടിൻ്റെ തൊഴിൽ സാധ്യത, പാലക്കാടിൻ്റെ ആരോഗ്യം, പാലക്കാടിൻ്റെ
മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇതേതെങ്കിലും ജനപ്രതിനിധി അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടോ? അവിടെ അതിനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ? കേന്ദ്രത്തിൽ നിന്ന് വരുന്ന പദ്ധതികൾ അല്ലാതെ മാറി മാറി വന്ന MLA-മാർ, മാറി മാറി വന്ന ഭരണകൂടങ്ങൾ ഇത് ചർച്ചയാക്കാൻ, ഇത് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്ന് മാത്രമല്ല, കൽപ്പാത്തിയിൽ പോയി ആചാര ലംഘനങ്ങൾ അടക്കമുള്ളവ നടത്തി മറ്റൊരു വഴിയിൽ കൂടെ അങ്ങനെയും പാലക്കാടിനെ അപമാനിക്കാൻ ശ്രമിച്ചത്. യെസ്, ഞാൻ എല്ലാ വേദികളിലും സൂചിപ്പിച്ചിരുന്നു, വികസനം ചർച്ച ചെയ്യാൻ രണ്ട് മുന്നണികളും തയ്യാറില്ല. കാരണം അവർ രണ്ടാളും മാറി മാറി അവരുടെ ജനപ്രതിനിധികൾ ഉണ്ടായിരുന്ന നിയമസഭാ മണ്ഡലം. ഷാഫി കഴിഞ്ഞ 13 വർഷമായി ശ്രീ KK ദിവാകരന് മുമ്പ് പ്രതിനിധീകരിച്ചിരുന്നു. രണ്ട് മുഖ്യമന്ത്രിമാർ തൊട്ടടുത്ത മണ്ഡലമായിട്ടുള്ള മലമ്പുഴയിൽ നിന്നാണെങ്കിലും അച്യുതാനന്ദനും EK നായനാരും ഒക്കെ ഇവിടുന്ന് മുഖ്യമന്ത്രിമാരായി പോയി. അപ്പോൾ ജില്ലാ ആസ്ഥാനമായിട്ടുള്ള പാലക്കാട് നഗരത്തിൽ അതിനനുസരിച്ചുള്ള പരിഗണന കിട്ടണമായിരുന്നു. ധനകാര്യ വകുപ്പ് മന്ത്രിമാരായിരുന്ന K ശങ്കരനാരായണൻ, അതുപോലെ തന്നെ T ശിവദാസ മേനോൻ, ഇവരൊക്കെ പാലക്കാട് മുനിസിപ്പൽ പരിധിയിലാണ് താമസിച്ചിരുന്നത്. ഇതിൻ്റെ ഒന്നും നേട്ടങ്ങൾ പാലക്കാട് നിന്ന് കിട്ടിയിരുന്നില്ല. യാതൊരു വിധത്തിലുള്ള പരിഗണനയും പാലക്കാടിന് ലഭിച്ചിരുന്നില്ല. പക്ഷേ 98 മുതൽ 2004 വരെ വാജ്പേയി ഗവൺമെൻറ് ഉള്ള സമയത്ത് രാജേട്ടൻ കേന്ദ്രമന്ത്രി പാലക്കാട് നഗരത്തിലെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ട്രാഫിക് കുരുക്കിന് പരിഹാരമായിട്ട് നമുക്ക് പാലക്കാട് നഗരത്തിൽ 2 മേൽപ്പാലങ്ങൾ വന്നു. അതോടുകൂടി പാലക്കാട് നഗരത്തിലെ ഗതാഗത കുരുക്ക് ഇല്ലാതെയായി. അല്ലെങ്കിൽ റെയിൽവേ ഗേറ്റ് അടച്ചാൽ പാലക്കാട് നഗരത്തിൽ 1.5-2 മണിക്കൂർ വളരെ രൂക്ഷമായിട്ടുള്ള ട്രാഫിക് കുരുക്കായിരുന്നു. അതിന് പരിഹാരം വന്നു. അമൃത എക്സ്പ്രസ് പാലക്കാട്ടുകാർക്ക് തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനെല്ലാം തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത് തൃശ്ശൂരും അല്ലെങ്കിൽ ഷൊർണൂർ പോയി ട്രെയിൻ മാറി കയറിയിട്ടാണ് തിരുവനന്തപുരത്തേക്ക് പോയിരുന്നത്. അതിന് പരിഹാരമായിട്ട് അമൃത കിട്ടി. അമൃത എക്സ്പ്രസ് ആയിരക്കണക്കിന് ആളുകളാണ് ദിനംപ്രതി അമൃത എക്സ്പ്രസ് വഴി തിരുവനന്തപുരത്ത് എത്തുന്നത്. ഓരോ തവണയും അമൃതയിൽ കയറുന്ന സമയത്ത് അവർ വളരെ ബഹുമാനപൂർവ്വം നന്ദിപൂർവ്വം ആലോചിക്കുന്നത് രാജേട്ടനെ കുറിച്ചിട്ടാണ്. അതുപോലെ പാലക്കാട് നഗരസഭയ്ക്ക് ആദ്യമായിട്ട് ഒരു കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നത് വാജ്പേയി ഗവൺമെൻറ് കാലത്ത് രാജേട്ടൻ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിന് വേണ്ടിയിട്ട് 2.5 കോടി രൂപ അനുവദിക്കുന്നത്. അതുകൊണ്ടാണ് പാലക്കാട് നഗരസഭയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് തന്നെ നിർമ്മിക്കുന്നത്. അതുവരെ വെറും ഒരു ഡംപിങ് യാർഡായിരുന്നു നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ്, ആ സ്ഥലം BPL കൂട്ടുപാതയിലുള്ളത്. പിന്നീട് മോദി സർക്കാർ വരുന്നതോടുകൂടി ഒരു വിപ്ലവം തന്നെയാണ് വികസന കാര്യത്തിൽ. IIT ലഭിക്കുന്നു, ഫുഡ് പാർക്ക് ലഭിക്കുന്നു, ഡിഫൻസ് പാർക്ക് ലഭിക്കുന്നു. പാലക്കാട് നഗരസഭയ്ക്ക് അമൃത് 1.0-ൽ 221 കോടി രൂപ ലഭിക്കുന്നു. അതുപയോഗിച്ച് നഗരത്തിലെ 70ത്തെ കുടിവെള്ള പദ്ധതിയായിരുന്നു, വളരെ ബൃഹത്തായിട്ടുള്ള കുടിവെള്ള പദ്ധതിയാണ് നഗരത്തിൽ നടപ്പാക്കിയത്. 109 കോടി രൂപയുടെ. 2050 വരെ മലമ്പുഴ ഡാമിൽ വെള്ളമുണ്ടെങ്കിൽ പാലക്കാട് നഗരത്തിൽ ഒരു പ്രദേശത്തും കുടിവെള്ളക്ഷാമം ഉണ്ടാവില്ല. 137 കിലോമീറ്ററാണ് പുതിയ പൈപ്പ് ലൈൻ ഇട്ടത്. പാലക്കാട് നഗരത്തിന് മാത്രമായിട്ട് പുതിയ 45 ദശലക്ഷം ലിറ്ററിൻ്റെ ഫിൽട്ടർ പ്ലാന്റ് മലമ്പുഴയിൽ നിർമ്മിച്ചു. നേരത്തെ 35 ദശലക്ഷം ലിറ്ററിൻ്റെയാണ് നിലവിലുണ്ടായിരുന്നത്. അതിൽ 6 പഞ്ചായത്തിന് മുനിസിപ്പാലിറ്റിക്കായിരുന്നു. നഗരസഭയ്ക്ക് മാത്രമായിട്ട് അത് നിർമ്മിച്ചു. 3 പുതിയ വാട്ടർ ടാങ്കുകൾ 75 ദശലക്ഷം ലിറ്ററിൻ്റെ. അങ്ങനെ 3600ഓളം കുടിവെള്ള കണക്ഷൻ ഇല്ലാത്ത വീടുകളിലേക്ക് സൗജന്യമായിട്ട് കുടിവെള്ള കണക്ഷൻ. അങ്ങനെ നഗരത്തിൽ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ആൾക്ക് വേണ്ട കുടിവെള്ളം എല്ലാ വീടുകളിലും കൃത്യമായിട്ട് എത്തിക്കാനുള്ള പദ്ധതി നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു. നഗരത്തിൽ 23 റെസിഡൻഷ്യൽ കോളനികളിൽ നമ്മൾ പാർക്കുകൾ നിർമ്മിച്ചു. GB റോഡിലെ ഗേറ്റ് അടച്ച സമയത്ത് 2012 ഗേറ്റ് അടയ്ക്കുന്നത്. അന്ന് വലിയ ചർച്ചയായിരുന്നു. ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ പാലക്കാട് നഗരത്തിലെ മുഴുവൻ വ്യാപാരികളും തിരുവനന്തപുരത്ത് അന്നത്തെ MLA ആയിട്ടുള്ള ഷാഫിയുടെ നേതൃത്വത്തിൽ പോയി കണ്ടതാണ്. അന്ന് ഉറപ്പ് കൊടുത്താണ് അതിന് പരിഹാരം ഉണ്ടാക്കുന്നത്. പക്ഷേ പരിഹാരം ഉണ്ടായില്ല. നമ്മൾ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ എസ്കലേറ്റർ, പൊതുനിരത്തിൽ 2ാമത്തെ നഗരമാണ് കേരളത്തിൽ എസ്കലേറ്റർ ഉള്ളത്. അമൃത് പദ്ധതിയിൽ 6.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് എസ്കലേറ്റർ നമ്മൾ നിർമ്മിച്ചു. അങ്ങനെ നഗരത്തിലെ വെള്ളക്കെട്ട് 2018 ആദ്യം പ്രളയമുണ്ടായിട്ടുള്ള നഗരം പാലക്കാട് നഗരം. 2018 ഓഗസ്റ്റ് മാസം 9-ാം തീയതി പുലരുന്ന സമയത്ത് പാലക്കാട് നഗരത്തിലെ ഒരു പ്രദേശം മുഴുവൻ വെള്ളക്കെട്ടിനടിയിലാണ്. അതിന് പരിഹാരമായിട്ട് നഗരത്തിലെ തോടുകളെല്ലാം ഏകദേശം 16 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നഗരത്തിലെ എല്ലാ പ്രധാന തോടുകളിലെയും കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് തോടുകളുടെ വീതി വർദ്ധിപ്പിച്ച് സൈഡ് വാൾ കെട്ടി. പിന്നീട് അത്രയും രൂക്ഷമായിട്ടുള്ള ഒരു പ്രളയം പാലക്കാട് നഗരത്തിൽ നമുക്ക് ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ തുടർ പ്രവർത്തനം നടക്കുന്നു. മദ്രാസ് IIT, പാലക്കാട് IIT എല്ലാം കൊണ്ട് വിശദമായിട്ടുള്ള പഠനം നടത്തി ശാശ്വതമായിട്ടുള്ള പരിഹാരം, ഡ്രെയിനേജ് സിസ്റ്റത്തിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നഗരസഭ. നഗരത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്
നഗരസഭ പാലക്കാട് നഗരത്തിൽ വികസനം വന്നത് BJPയുടെ ഭരണം വന്നതിന് ശേഷമാണ്, കേന്ദ്രത്തിൽ NDA വന്ന ശേഷമാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത് പ്രഖ്യാപിച്ച 2 പദ്ധതികൾ, പാലക്കാട് നിന്ന് കോഴിക്കോട് എത്താൻ ഇപ്പോൾ 4-4.5 മണിക്കൂർ വേണം റോഡ് മാർഗം യാത്ര ചെയ്യണമെങ്കിൽ. ഗ്രീൻഫീൽഡ് ഹൈവേ അതിൻ്റെ സ്ഥലമെടുപ്പ് പൂർണ്ണമായിട്ടും കഴിഞ്ഞു. അതിനുള്ള തുക മുഴുവൻ കൊടുത്തിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. 10,000-ഓളം കോടി രൂപയുടെ പദ്ധതിയാണ്. അത് പൂർത്തിയായാൽ ചന്ദ്രനഗറിൽ നിന്ന് ആരംഭിച്ച് കോഴിക്കോട് അവസാനിക്കുന്ന ആ ഗ്രീൻഫീൽഡ് ഹൈവേ 6 വരിപ്പാത പൂർത്തീകരിക്കപ്പെട്ടാൽ 1 മണിക്കൂർ 40 മിനിറ്റും കൊണ്ട് കോഴിക്കോട് എത്താൻ കഴിയും. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നു. പാലക്കാട്ടെ യുവാക്കൾ അവർ മുഴുവൻ യുവജനത മുഴുവൻ ഇന്ന് മറ്റുള്ള പ്രദേശങ്ങളിൽ പോയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഒന്നുകിൽ കോയമ്പത്തൂർ അല്ലെങ്കിൽ ബാംഗ്ലൂർ, മദ്രാസ്. വീടുകളിൽ പോയാൽ പ്രായമായിട്ടുള്ള ആളുകളെയാണ് കാണുന്നത്. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് ആശ്രയിക്കുന്നത് കോയമ്പത്തൂരിനെയും മറ്റു സംസ്ഥാനങ്ങളെയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞാലും ജോലി അന്വേഷിച്ച് മറ്റുള്ള സ്ഥലങ്ങളിൽ പോകേണ്ട അവസ്ഥയാണ്. അതിന് പരിഹാരമായിട്ട് വരാൻ പോകുന്നു ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി എന്നുള്ളത് പാലക്കാട്ടത്തെ യുവജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതീക്ഷയാണ് നൽകിയിട്ടുള്ളത്. ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ആരുടെ കാലത്താണ് ഇത്തരം പദ്ധതികൾ വരുന്നത്, ആരാണ് ഇത്തരം പദ്ധതികൾ പാലക്കാട് കൊണ്ടുവരുന്നതെന്ന് എന്നെ സംബന്ധിച്ച് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. അത് വലിയ ഗുണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾ അവർക്കും പ്രതീക്ഷ ഇന്ന് NDAയിലും BJPയിലാണ്. 2200-ലധികം വീടുകളാണ് നമ്മൾ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം കഴിഞ്ഞ 2015 ശേഷം പാലക്കാട് നഗരസഭാ പരിധിയിൽ കൊടുത്തിട്ടുള്ളത്. അത് റെക്കോർഡാണ്. കേരളത്തിൽ തന്നെ ഒരു നഗരസഭയിൽ ഇത്രയധികം വീടുകൾ കൊടുത്ത സമയം ഉണ്ടായിട്ടുണ്ടാവില്ല. 30 വർഷം UDF ഭരിച്ച നഗരസഭയാണ്. 30 വർഷക്കാലത്തിനിടയിൽ UDFന് ഇത്രയും വീടുകൾ പാലക്കാട് നഗരത്തിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പാവപ്പെട്ട ആളുകൾക്കായിട്ട്. തെരുവോര കച്ചവടക്കാർ, വഴിയോര കച്ചവടക്കാർക്ക് കോവിഡ് സമയത്ത് ഏറ്റവും വലിയ ദുരിതം അനുഭവിച്ചത് അവരാണ്. അവർക്ക് PM സ്വാനിധി പദ്ധതി പ്രകാരം 1000-ലധികം തെരുവോര കച്ചവടക്കാർക്ക് ഈടില്ലാത്ത വായ്പ നമുക്ക് അനുവദിക്കാൻ കഴിഞ്ഞു. ഇതെല്ലാം BJPയുടെ ഒരു ജനകീയ അടിത്തറ പാലക്കാട് വിപുലീകരിക്കാൻ സഹായകരമായിട്ടുണ്ട്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നുമുണ്ട്.